ചോരക്കഥകൾ ഏറെ പറയാനുണ്ട് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾക്ക്. സിപിഎമ്മിന്റെ പ്രാകൃത രാഷ്ട്രീയ ബോധത്തിന് ഈ 2020-ലും ഒരു മാറ്റവുമില്ല. എതിരില്ലാതെ പലയിടത്തും ഞങ്ങൾ ജയിച്ചുവെന്ന് വീമ്പിളക്കുമ്പോൾ പരിഹസിക്കുന്നത് നമ്മുടെ ഉദാത്തമായ ജനാധിപത്യത്തെ തന്നെയാണെന്ന സാമാന്യ ബോധം പോലും ഇവർക്കില്ലാതായിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ജനാധിപത്യ കേരളം കണ്ട നീചമായ അശ്ലീലങ്ങളിലൊന്നാണ് ഈ ആഘോഷം. കണ്ണൂരിലെ ആന്തൂരിലും മലപ്പട്ടത്തും കാങ്കോൽ ആലപ്പടമ്പിലും കാസർകോട്ടെ മടിക്കയിലും കയ്യൂർ ചീമേനിയിലുമൊക്കെയാണ് ഇടതുപക്ഷം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റു പാർട്ടിക്കാരോ പാർട്ടിക്കാർക്ക് സ്ഥാനാർത്ഥികളോ ഇവിടങ്ങളില്ലാഞ്ഞിട്ടല്ല. വിജയം അവകാശപ്പെടാൻ കഴുത്തിൽ വടിവാൾ വെച്ച് ഭീഷണിപ്പെടുത്തിയാൽ മതിയെന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ മാത്രം തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായതുകൊണ്ടാണത്. 1995-ൽ ആന്തൂരിലെ മുഴുവൻ വാർഡുകളിലും UDF സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. അതിന് നേതൃത്വം നൽകിയ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ദാസനെ വെട്ടി തുണ്ടം തുണ്ടമാക്കി. അതിനുശേഷം ആര് മത്സരിക്കാൻ വന്നാലും പിന്തിരിപ്പിക്കുന്നത് ഈ ചോര കഥ പറഞ്ഞിട്ടാണ്. 28 സീറ്റുകളുള്ള നഗരസഭയിൽ കഴിഞ്ഞ തവണ 14 എതിരില്ലാതെ ജയിച്ചതെങ്കിൽ ഇപ്പോഴത് 6 ചുരുങ്ങിയെന്നത് ജനാധിപത്യ കേരളത്തിന്റെ പ്രതീക്ഷയാണെന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ MPക്ക് 4967 വോട്ട് കിട്ടിയ നഗരസഭയാണ് ആന്തൂർ. അവിടെ മത്സരിക്കാൻ ആളില്ലെന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണ്. ജീവിക്കാൻ കൊതിയുള്ളവർ നോമിനേഷൻ കൊടുക്കാതെ മാറി നിൽക്കുന്ന പ്രദേശങ്ങളാണിവ. നോമിനേഷൻ കൊടുത്താൽ തന്നെ പ്രചാരണത്തിനോ ബൂത്തിലിരിക്കാനോ സമ്മതിക്കില്ല. കഴിഞ്ഞ വർഷം ആന്തൂരിലെ പുന്നക്കുളങ്ങരയിൽ 25 വർഷത്തിനു ശേഷം കോൺക്രീറ്റിട്ട് സ്ഥാപിച്ച കോൺഗ്രസ് ലീഗ് കൊടിമരങ്ങൾ കണ്ണു ചിമ്മി തുറക്കും മുൻപെയാണ് അപ്രത്യക്ഷമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2 തവണ ഇവിടെ ലീഗ് ഓഫീസിനു നേരെ ബോംബേറുണ്ടായി. ഉത്തരേന്ത്യയിലോ ഉത്തര കൊറിയയിലോ നടക്കുന്ന സംഭവങ്ങളല്ല പറയുന്നത്. സാക്ഷര കേരളത്തിലാണ്, സാംസ്കാരിക കേരളത്തിലാണ്, പ്രബുദ്ധ ജനാധിപത്യ കേരളത്തിലാണ്. ഷുക്കൂറിന്റെയും ഷുഹൈബിന്റെയും കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ചോര വീണതും ഇതേ മണ്ണിൽ തന്നെയത്രേ. പ്രാദേശികമായി പകർന്നു കിട്ടിയ ഈ സ്വേച്ഛാധിപത്യത്തിന്റെയും പ്രതികാര രാഷ്ട്രീയത്തിന്റെയും മൂർത്തരൂപമാണ് കേരള മുഖ്യമന്ത്രി എന്നത് സകലർക്കും ബോധ്യമായിരിക്കുന്നു. കേന്ദ്ര ഏജൻസികൾ പാർട്ടിയെയും സർക്കാരിനെയും വിഴുങ്ങുന്ന ഘട്ടമെത്തിയപ്പോൾ UDF MLA-മാരെയും പ്രതിപക്ഷ നേതാവിനെയും വേട്ടയാടി ചർച്ച വഴിതിരിച്ചുവിടാനാണ് നോക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രാഷ്ട്രീയ വേട്ടയ്ക്ക് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കേവലം പ്രാദേശികമായ പോരാട്ടം മാത്രമാവില്ല. ഇടതുപക്ഷത്തിന്റെ ഇത്തരം ധാർഷ്ട്യങ്ങൾക്കും കൊള്ളരുതായ്മകൾക്കുമെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാവും അത്. സംസ്ഥാന സർക്കാരിനെതിരായ വിധിയെഴുത്ത്. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇടതുമുന്നണിയുടെ ഇരട്ടത്താപ്പുകൾക്കുള്ള കനത്ത തിരിച്ചടി. നാട്ടിൽ സമാധാനവും വികസനവും ആഗ്രഹിക്കുന്നവർ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമുണ്ടാകുമെന്ന് കൂടുതൽ വ്യക്തമാകുന്നു. പാഴാക്കാനുള്ളതല്ല ഓരോ വോട്ടും. അത് ജനാധിപത്യത്തിലെ വിലപ്പെട്ട അവസരവും അവകാശവുമാണ്.